ഹായ് ഫ്രണ്ട്സ്, അധികം ചേരുവകളൊന്നുമില്ലാതെ എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റിയായ അവിലും ശർക്കരയും കൊണ്ട് നല്ലൊരു ശർക്കര പായസം ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് ചൂടായതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച്, അണ്ടിപ്പരിപ്പ് ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് കുറച്ച് റൈസിൻസും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വന്ന അണ്ടിപ്പരിപ്പും റൈസിൻസും വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ച് അതേ പാത്രത്തിലേക്ക് 1.5 കപ്പ് അവിലും കൂടി ഇട്ട് അവിൽ വറുത്തെടുക്കണം. ഫ്ലെയിം മീഡിയത്തിലാക്കി വേണം അവിൽ വറുത്തെടുക്കാൻ വേണ്ടി. ഇത് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. അവിൽ ഇതുപോലെ പൊടിഞ്ഞു വരണം, അതാണ് പാകം. നല്ല ചൂട്. ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാത്രത്തിലേക്ക് ഉരുക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പൊടിച്ച ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത ശർക്കര പാനിയാണിത്. ഈ ശർക്കര പാനി തിളച്ച് വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇട്ട് കൊടുക്കുമ്പം ഈ ശർക്കര പാനി ഒന്ന് മുറുകി വരും. ശർക്കര പാനി നന്നായി തിളച്ച് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ഒന്ന് അലിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ച അവിലും കൂടി ഇട്ട് കൊടുക്കുക. അവിലിട്ട് കൊടുത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അവിലും ശർക്കരപ്പാനിയും കൂടി നന്നായി മിക്സായി വരണം. ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് അവിൽ നന്നായി വെന്ത് അവിലിലേക്ക് ഈ ശർക്കര നന്നായി പിടിക്കണം. ഇതിപ്പം അവിലിലേക്ക് ശർക്കര നന്നായി പിടിച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നേരിയ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ തേങ്ങാപ്പാലും കൂടി നന്നായി കുറുകി വരണം. അവിലും ശർക്കരയും തേങ്ങാപ്പാലും എല്ലാം കൂടി നന്നായി മിക്സായി കുറുകി വന്നതിന് ശേഷം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 3 ഏലക്കാക്കുരു പൊടിച്ചതും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളക്കേണ്ട ആവശ്യമില്ല, നന്നായി ഒന്ന് ചൂടായാൽ മാത്രം മതി. ഞാനിത് വെള്ളം കുറച്ച് കുറുക്കിയാണ് എടുക്കുന്നത്. ഇതുപോലെ കുറുക്കിയെടുത്ത് കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റായിരിക്കും. ഈ സമയത്ത് ഇതിലേക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് നന്നായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റും കൂടിയാണ് ഇത് കഴിക്കാൻ വേണ്ടി. ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് തണുത്ത് കുറുകി വരുമ്പോഴത്തേക്കും ഇതിന് നല്ലൊരു ഡാർക്ക് കളറും കൂടിയായിരിക്കും. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി തടിച്ച അവിലായിരിക്കും കുറച്ചും കൂടി നല്ലത്. നേരിയ അവിലാകുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടേസ്റ്റിയായ അവിൽ ശർക്കര പായസം റെഡിയായി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.